പോയിട്ട് വരേ. വിവേകട്ടെ പോകാറിങ്ങിയോ? നന്ദിനി ഇപ്പൊ വരും. നമുക്ക് ജോലി തുടങ്ങണ്ടേ? കടയിൽ നിന്ന് 1-2 സാധനങ്ങൾ വാങ്ങാനും ഉണ്ട്. ഇപ്പൊ ഞാൻ അതിൽ നിന്നാലേ കമ്പനിയിൽ എന്റെ ജോലി തെറിക്കും. ദേ ഇത് കണ്ടോ, ഇത് മുഴുവൻ പത്മ മാഡത്തിനെ കൊണ്ട് ഒപ്പിട്ട് ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടതാ. അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. എന്നിട്ട് എന്ത് ഹെൽപ്പ് ആണെങ്കിലും ഞാൻ ചെയ്യാം. ഞാൻ ഇറങ്ങുവാണേ. ശരി എന്നാ. വിവേക്, നന്ദിനി, അപ്പൊ ഇതാണല്ലേ പുതിയ വീട്? കൊള്ളാം. സൂര്യ, ഞാനേ നിങ്ങളുടെ വീട്ടിലേക്ക് പോവാ. ഇതൊക്കെ ആന്റിയെ കൊണ്ട് ഒപ്പിടിച്ച് തിരിച്ച് ഓഫീസിൽ കൊണ്ടുപോയി എത്തിക്കണം. അതൊക്കെ പിന്നെ മതിയടാ, നീ വാ മോളെ. ഇവന്റെ ഒരു കാര്യം. വീട് നന്നായിട്ടുണ്ട് കേട്ടോ. നമ്മള് ചെറിയ തോതിൽ ബിസിനസ് ആരംഭിക്കുമ്പോ സൗകര്യങ്ങൾ കുറച്ച് വേണമല്ലോ. അതുകൊണ്ട് എങ്ങോട്ട് മാറിയ. ആരതി, ബിസിനസ് ചെറുതോ വലുതോ പക്ഷേ ഗ്രാൻഡ് ആയിരിക്കണം. എന്നിട്ട് അധികം താമസിയാതെ രണ്ടുപേരും ഈ സിറ്റിയെ ഞെട്ടിക്കുന്ന 2 പെൺപുലികളായിരിക്കണം. നടന്നത് തന്നെ. നമ്മുടെ ബിസിനസിന്റെ പേരിലേ സാർ വലിയൊരു പ്രകടനം വീട്ടിൽ നടത്തിയിട്ടാ വന്നിരിക്കുന്നെ. എന്തു പറ്റി? എന്ത് പറ്റാൻ? പത്മ മാഡത്തിനെ ദേഷ്യം പിടിപ്പിക്കാൻ സാറിനൊരു കാര്യം കിട്ടി. സാർ അത് ഭംഗിയായിട്ട് ഉപയോഗിച്ചു, അത്ര തന്നെ. അതെ, അതിന്റെ കാര്യം സംസാരിക്കണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യേ.